ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആരുടേതാണ് അവസാന വാക്ക്? ആര് പറയുന്നതാണ് ലോകം കേൾക്കേണ്ടത്? ഇതാണ് ഇന്നത്തെ ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചോദ്യം. അമേരിക്കയുടെ അധികാര കസേരയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് താൻ വിരലനക്കിയാൽ ലോകം മുഴുവൻ വിറയ്ക്കണമെന്ന അഹങ്കാരമുണ്ടെങ്കിൽ അവിടെയാണ് ആഗോള അശാന്തിയുടെ തുടക്കം. അതെ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒടുങ്ങാത്ത അഹങ്കാരത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഒട്ടും പതറാതെ ചങ്കൂറ്റത്തോടെ നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ചുമാണ്. ഒരു വശത്ത് സൗഹൃദത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഇന്ത്യയുമായി വ്യാപാര കരാറുകളെക്കുറിച്ച് മധുരമായ ചർച്ചകൾ നടത്തുന്നു. മറുവശത്ത് തൊട്ടടുത്ത നിമിഷം തന്നെ ഭീഷണിയുടെ വാളോങ്ങി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 100% തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ ഇരട്ടത്താപ്പ്? ഇതിനെ വെറും രാഷ്ട്രീയം എന്ന് വിളിക്കാൻ കഴിയില്ല. ഇതൊരു തരം സാമ്പത്തിക ഭീഷണിയാണ്. ആഗോള വിപണിയെ വരിഞ്ഞു മുറുക്കി സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഏത് കടുങ്കയും ചെയ്യാൻ മടിക്കാത്ത ട്രംപിന്റെ ഈ പുതിയ തീരുവാപ്പൊരുതി ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇവിടെയാണ് അമേരിക്കൻ ഭരണകൂടത്തിന് തെറ്റുപറ്റുന്നത്. പണ്ടത്തെ ഇന്ത്യയല്ല ഇന്നത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ വിദേശ നയങ്ങൾ ഇനി വാഷിംഗ്ടണിൽ നിന്ന് ആരും എഴുതി തരുന്നതല്ല. ഭീഷണികൾ കണ്ട തളരാനോ അതേപോലെ ഈ താരിഫുകൾ കണ്ട് മുട്ടുമടക്കാനോ ഇന്ത്യ തയ്യാറല്ലെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും ഇന്ത്യ റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം വൻതോതിൽ വർദ്ധിപ്പിച്ചത് ട്രംപിന്റെയും കൂട്ടരുടെയും ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ട്രംപ് ഇന്ത്യയെ ഭയക്കുന്നു? എന്തുകൊണ്ടാണ് ഇത്രയധികം ആഗോള പ്രതിസന്ധികൾക്കിടയിലും മോദി സർക്കാർ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്? ട്രംപിന്റെ ഈ അഹങ്കാരം ലോക സമ്പദ് വ്യവസ്ഥയെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ ഇന്നതാണ് പരിശോധിക്കാൻ പോകുന്നത്. ലോകം എന്റെ കാൽച്ചുവട്ടിൽ നിൽക്കണം, ഞാൻ പറയുന്നത് നിയമം, ഞാൻ പറയുന്നത് വേദവാക്യം. ഈ അഹങ്കാരത്തിന്റെ പര്യായമായി ഇന്ന് ലോകവേദിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണെന്ന് പറയാം. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ എന്ത് കടുങ്കൈ ചെയ്യാനും മടിക്കാത്ത ട്രംപിന്റെ പുതിയ നാടകം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു വശത്ത് ഇന്ത്യയുമായി സൗഹൃദത്തിന്റെ പേരിൽ ചർച്ചകൾ നടത്തുന്നു, മറുവശത്ത് ഭീഷണിയുടെ സ്വരത്തിൽ 100% തീരുവ ഏർപ്പെടുത്താൻ നീക്കം നടത്തുകയാണ് ഇപ്പോൾ ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞ ഒറ്റ കാരണം പറഞ്ഞ് ഇന്ത്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങൾക്ക് മേൽ 100% തീരുവ ചുമത്താനാണ് ട്രംപിന്റെ പുതിയ നീക്കം. ആഗോള സമ്പദ് വ്യവസ്ഥ യുദ്ധക്കെടിയിൽ നട്ടം തിരിയുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കി അന്താരാഷ്ട്ര വിപണിയിൽ തീ പടർത്തുകയാണ് അമേരിക്ക. ഇത് കേവലം ഒരു സാമ്പത്തിക നയമല്ല, മറിച്ച് സ്വാതന്ത്ര്യ രാജ്യങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യയെ പോലൊരു വൻ ശക്തിയെ സമ്മർദ്ദത്തിലാക്കി വരുതിയിലാക്കാമെന്ന് കരുതുന്നത് ട്രംപിന്റെ വ്യാമോഹം മാത്രമാണ്. ഇവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവം നമ്മൾ തിരിച്ചറിയേണ്ടത്. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കുന്ന രീതിയല്ല മോദിയുടേത്. ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്, വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലല്ല എന്ന് കൃത്യമായ ഭാഷയിൽ ലോകത്തിന് നൽകിയ സന്ദേശമാണിത്. കഴിഞ്ഞ ജൂൺ മാസത്തിൽ മാത്രം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി 34% വർദ്ധിപ്പിച്ചു. അതായത് അമേരിക്ക ഭീഷണിപ്പെടുത്തും തോറും ഇന്ത്യ തന്റെ സ്വാശ്രയത്തിന്റെ പാത കൂടുതൽ ശക്തമാക്കുകയാണ്. അമേരിക്കയുടെ വിലക്കോ ഭീഷണിയോ ഒട്ടും വകവയ്ക്കാതെ ചൈനയും റഷ്യ എണ്ണ ഇറക്കുമതി ശക്തമായി തുടരുമ്പോൾ ട്രംപിന്റെ ഉപരോധം വെറും കടലാസായി മാറുകയാണ്. ഇനി നോക്കൂ, മധ്യപൂർവേഷ്യയിൽ ട്രംപ് എന്താണ് കാണിച്ചു കൂട്ടുന്നത്? ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉന്നമിട്ട് കടുത്ത ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. കറാച്ചി തുറമുഖത്തേക്ക് പോകുകയായിരുന്ന റാണി അമീൽ എന്നീ എണ്ണക്കപ്പലുകളെ വഴിയിൽ തടഞ്ഞ് തിരിച്ചയപ്പിച്ച നടപടി അന്താരാഷ്ട്ര നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തുന്ന അമേരിക്കൻ അഹങ്കാരത്തിന്റെ ഉദാഹരണമാണിത്. ഇറാൻ തകർന്നു പോയെന്നും ചർച്ചയ്ക്ക് യാചിക്കുന്നുവെന്നും ട്രംപ് വീമ്പുളക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ആഗോള കുറ്റകൃത്യങ്ങളെ തച്ചുടയ്ക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെയാണോ നയതന്ത്രം എന്ന് വിളിക്കേണ്ടത്? ഇതൊന്നും ട്രംപിന് പുതിയ കാര്യമല്ലെന്ന് ഓർക്കണം. കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ 50% തീരുവ ഏർപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കി ഇന്ത്യ അസ്വസ്ഥമാക്കാൻ ട്രംപ് ശ്രമിച്ചിരുന്നു. അന്ന് ആ ഭീഷണിക്ക് മുന്നിൽ ഇന്ത്യ അല്പം പോലും കുലുങ്ങിയില്ല എന്ന് കണ്ടപ്പോൾ മെല്ലെ അദ്ദേഹം ആ തീരുവ വെട്ടിക്കുറച്ചു. അതായത് ട്രംപിന്റെ ഈ ഭീഷണി എന്നത് ഒരു തരം തമാശയാണ്. ആദ്യം ഭീഷണിപ്പെടുത്തി ലോകം വിപണിയെ പേടിപ്പെടുത്തി തനിക്ക് അനുകൂലമായ കരാറുകൾ ഒപ്പിടിപ്പിക്കുക എന്ന പഴയ തന്ത്രം തന്നെയാണ് ഇവിടെയും അദ്ദേഹം പയറ്റുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം കണ്ട ഇന്ത്യയല്ല ഇത്. അന്ന് എണ്ണയുടെ കാര്യത്തിലായാലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഇന്ത്യ ഇത്രയേറെ സ്വയം പര്യാപ്തമായിരുന്നില്ല.
ട്രംപിന്റെ ഈ ഒരു കളികൾ കൊണ്ട് ഇന്ത്യയെ വരുതിയിലാക്കാമെന്ന് ഇനിയും അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ അത് വെറും പകൽ സ്വപ്നം മാത്രമായിരിക്കും. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സ്വന്തം വിപണിയെയും പരമാധികാരത്തെയും അടിയറ വയ്ക്കാൻ തയ്യാറല്ലാത്ത ഒരു പുതിയ ഇന്ത്യയാണ് ലോകം ഇന്ന് കാണുന്നത്. സത്യത്തിൽ ട്രംപിന്റെ നിലപാടുകളെ കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ഒരു പാഴായ പണിയാണ്. ലോകത്തിന് മൊത്തം അറിയാം അദ്ദേഹത്തിന് സ്ഥിരമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല. ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുന്ന, സ്വന്തം ലാഭത്തിന് വേണ്ടി എന്ത് നിലപാടും സ്വീകരിക്കുന്ന ഒരു അസ്ഥിരമായ നേതൃത്വമാണ് അമേരിക്ക ഇന്ന് പറ്റുന്നത്. ഒരു ദിവസം ചൈനയെ അതിരൂക്ഷമായി വിമർശിക്കുന്നു, അടുത്ത ദിവസം അവരുമായി ഡീൽ ഉറപ്പിക്കുന്നു, ഒരു ദിവസം ഇന്ത്യയെ തകർക്കാൻ തീരുവ ഏർപ്പെടുത്തുന്നു, അടുത്ത ദിവസം സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊരു ലീഡറുടെ ലക്ഷണമാണോ, അതോ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളാണോ? ട്രംപിന്റെ ഒന്നും ഉറപ്പില്ലാത്ത നയതന്ത്രം കാരണം ഇന്ന് ലോകരാജ്യങ്ങൾക്ക് അമേരിക്കയുടെ വാക്ക് വിശ്വസിക്കാൻ തന്നെ മടിയാണ്. അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ പോലും ഇപ്പോൾ സംശയത്തോടെയാണ് വൈറ്റ് ഹൗസിനെ നോക്കുന്നത്. ഒരു വലിയ രാജ്യം ഭരിക്കുമ്പോൾ വേണ്ട ഗൗരവമോ സ്ഥിരതയോ അദ്ദേഹത്തിനില്ല എന്നത് ലോകരാഷ്ട്രീയത്തിൽ ഒരു വലിയ അപകടം തന്നെയാണ്. ട്രംപ് എന്ന് വാക്ക് മാറ്റുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പക്ഷേ ഇതൊന്നും മോദിയെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമല്ല. ട്രംപ് എന്ന വ്യക്തിയുടെ സ്വഭാവം ലോക നേതാക്കൾക്കിടയിൽ ഒരു ഓപ്പൺ ബുക്ക് പോലെയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഭീഷണികൾ വരും മുൻപേ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് മോദി സർക്കാർ വ്യക്തമായ ഹോംവർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം ട്രംപിന്റെ തീരുവകൾ വെറും താൽക്കാലിക സമ്മർദ്ദതന്ത്രം മാത്രമാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലായാലും പ്രതിരോധ രംഗത്തായാലും ഇന്ത്യ ഒരു ബദൽ മാർഗം എപ്പോഴും കയ്യിൽ കരുതുന്നത്. അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ പതറാൻ താൻ തയ്യാറല്ല എന്ന് മോദി തെളിയിക്കുന്നത് ഇത്തരം മുൻകരുതലുകളിലൂടെയാണ്. ട്രംപ് ഓരോ തവണയും പ്ലാൻ മാറ്റുമ്പോൾ മോദിയുടെ കയ്യിൽ അതിനേക്കാൾ വലിയൊരു പ്ലാൻ ബി റെഡിയാണ്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ സാമ്പത്തിക യുദ്ധത്തിൽ വിറയ്ക്കുമ്പോഴും ഇന്ത്യയുടെ നിലപാട് ഇത്രയും ഉറച്ചതായിരിക്കുന്നത്. മോദിക്ക് കൃത്യമായ പ്ലാനിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഏത് കളിയിലും ഇന്ത്യ വീഴാൻ പോകുന്നില്ല എന്നതാണ് സത്യം. ഇനി അവസാനമായി ഒരു കാര്യം കൂടി, 2026 ഈ ആഗോള സാമ്പത്തിക രാഷ്ട്രീയ കാലാവസ്ഥ വെറും ഒരു അധികാര വടംവലിയല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിന്റെ നേർക്കാഴ്ചയാണ്. ട്രംപിന്റെ ഈ അസ്ഥിരമായ നേതൃത്വം അമേരിക്കൻ ഡോളറിനോടുള്ള ലോകത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. തന്റെ നിലപാടുകൾ ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവിന് എത്രത്തോളം കാലം ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്താൻ കഴിയുമെന്നത് കണ്ടു തന്നെ അറിയണം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ നിലപാടാണ്. ഒരു വശത്ത് ഇന്ധനക്ഷാമം ഭീഷണിപ്പെടുത്തുമ്പോഴും മറുവശത്ത് തീരുവകളുടെ പേരിൽ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉയരുമ്പോഴും പരിഭ്രാന്തരാകാതെ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ഇന്ത്യക്ക് കഴിയുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ കൃത്യമായ കരുതലുകൾ ഉള്ളതുകൊണ്ടാണ്. മോദി എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ പരമാധികാരത്തിന് മുകളിൽ മറ്റൊന്നിനും സ്ഥാനമില്ല. ട്രംപിന്റെ അഹങ്കാരമോ അദ്ദേഹത്തിന്റെ മാറിക്കൊണ്ടിരിക്കുന്ന നയങ്ങളോ ഇന്ത്യയെ തളർത്തില്ലെന്ന് മാത്രമല്ല, മറിച്ച് ഇത്തരം പ്രതിസന്ധികൾ ഇന്ത്യയുടെ ആഭ്യന്തര ശേഷിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയാണ് ചെയ്യുന്നത്. രാജ്യം ഇന്ന് സാമ്പത്തികമായും നയതന്ത്രപരമായും കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. ലോകം മാറി ചിന്തിക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ താല്പര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യക്കുള്ളതെന്ന ബോധ്യം ഓരോ പൗരനും ഇന്ന് അഭിമാനമാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പുറം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് വിശ്വഗുരുവായി മാറാനുള്ള കുതിപ്പിലാണ് ഇന്ത്യ. അമേരിക്കയുടെ ഈ കളിയിൽ ഇന്ത്യ തോൽക്കുമോ അതോ ട്രംപിന്റെ തന്ത്രങ്ങൾ പൊളിച്ച് ഇന്ത്യ തല ഉയർത്തി നിൽക്കുമോ? വരും മാസങ്ങൾ ഇതിനൊരു മറുപടി നൽകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.